ഹലോ, എല്ലാവർക്കും ഏണസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പോളിടെക്നിക് ലെക്ചർ എക്സാമുകൾ ബിടെക് ബിരുദധാരികളായിട്ടുള്ള അധ്യാപന ജോലി ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ കാത്തിരുന്ന ഒരു എക്സാം ആയിരുന്നു പോളിടെക്നിക് ലെക്ചർ എക്സാംസ് അല്ലേ. പോളിടെക്നിക് കോളേജുകളിൽ ലെക്ചറായിട്ടുള്ള എക്സാമുകൾ നമുക്ക് സിവില്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, CS, ഓട്ടോമൊബൈൽ അങ്ങനെ കുറേ അധികം സ്ട്രീമുകളിൽ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂലൈയിലാണ് എക്സാം ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എക്സാം ഡേറ്റുകൾ നോക്കിയാൽ വേറെ എക്സാമുകൾ വേറെ സ്ട്രീമിലും ഉണ്ട്. നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിൽ കോഴ്സുള്ള എക്സാമുകളുടെ മാത്രമാണ് പറയുന്നത്. നമ്മൾ നോക്കിയാൽ സിവിൽ എഞ്ചിനീയറിംഗ് ജൂലൈ 7, അതാണ് ആദ്യം നടക്കുന്ന എക്സാം. ജൂലൈ 7-നാണ്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 25 ജൂലൈയിലും, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 26 ജൂലൈയിലും, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 27 ജൂലൈയിലുമാണ്. അപ്പം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗുകാരെ സംബന്ധിച്ച് ആക്ച്വലി ഈ ജൂലൈ മാസവും ഓൾമോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു 90-നോട് അടുപ്പിച്ച് തന്നെ ഡേറ്റ്, എത്രത്തോളം സമയം നിങ്ങൾക്ക് ഇനി എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. സിവിലുകാരെ സംബന്ധിച്ച് 60 അടുപ്പിച്ചുള്ള സമയം, 60 അല്ലെങ്കിൽ ഒരു 70 ഡേയ്സിനകത്തെ സിവിൽ എഞ്ചിനീയേഴ്സിന് പഠിക്കാനുള്ളൂ. എനിവേ എന്താണെങ്കിലും നമ്മൾ ഇനി ഒരു പോളിടെക്നിക് എക്സാം അല്ലെ ഏതൊരു PSC എക്സാം ആയാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആകെ ട്രബിളുകളാണല്ലേ. എവിടെ തുടങ്ങണം, എന്തു തുടങ്ങണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, സിലബസ് എങ്ങനെ കവർ ചെയ്യാൻ പറ്റും, ഈ സമയത്തിനുള്ളിൽ കൃത്യമായി സിലബസ് കവർ ചെയ്യണം, റിവിഷൻ നടത്തണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം അല്ലേ. PSC എക്സാമിന് ഒരു പ്രിപ്പറേഷൻ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യത്തിനായിട്ട് ഏണസ്റ്റ് അക്കാദമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി എത്തുന്നുണ്ട്. ഒരു 2 days ഫ്രീ വർക്ക്ഷോപ്പുമായിട്ടാണ് ഏണസ്റ്റ് അക്കാദമി എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ 2 ദിവസമായിട്ട് നീണ്ടിരിക്കുന്ന ഒരു ഫ്രീ വർക്ക്ഷോപ്പുകളാണ്. ഓരോ സ്ട്രീമിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വർക്ക്ഷോപ്പ് പോകുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ്. അതായത് നിങ്ങൾക്ക് ഒരു PSC എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ച് ജനറൽ ഗൈഡൻസുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ തരുന്നത്. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ അഭിരുചികളും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്ട്രോങ് സബ്ജക്റ്റുകളും ഒക്കെ വെച്ചിട്ട് സ്വന്തമായ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് ഒരു ഷെഡ്യൂൾ സെറ്റാക്കാനും അങ്ങനെ ഒരു നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾക്ക് സ്വന്തമായി എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഒരു സബ്ജക്റ്റ് പഠിക്കണം, അതിനെ എങ്ങനെ കാണണം, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ റെഡിയാക്കുകയാണ് നമ്മുടെ ഈ ഫ്രീ വർക്ക്ഷോപ്പിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ്. അതുപോലെ സ്റ്റഡി പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരു സ്റ്റഡി പ്ലാൻ സെറ്റാക്കുമ്പോൾ നമുക്ക് ടൈം ലിമിറ്റ് വേണം. അതിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പോകണം, നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റഡി പ്ലാൻ ആയിരിക്കണം. റിവിഷനുള്ള സ്കോപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈംസ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് എങ്ങനെ ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻസ് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഒക്കെ തന്നെ നമ്മൾ തരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഒരു മോഡൽ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു 90 days-ഓ 60 days-ഓ നമ്മുടെ എക്സാമിൻ്റെ കാലാവധി, ലൈക്ക് എക്സാമിൻ്റെ ഏത് സ്ട്രീമിൽ എന്നാണ് എക്സാം എന്നനുസരിച്ചിട്ടായിരിക്കും എത്ര ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീ സ്റ്റഡി പ്ലാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിലെങ്ങനെയാണ് എക്സാംസ് ഡേറ്റ് ഡിവൈഡ് ആയി പോകുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷനും കാണും. എക്സാം കലണ്ടർ വന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ വർക്ക്ഷോപ്പ് സീരീസുകൾ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും നിങ്ങൾക്ക് കൃത്യമായൊരു സിലബസ് ഡിസ്കഷനും അതുപോലെ തന്നെ ഇതെല്ലാം ലൈവായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഏതൊക്കെ ബുക്സ് പഠിക്കണം, ഓരോ ടോപ്പിക്കിന്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് എടുക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ നമ്മുടെ ഫാക്കൽറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അത് Day 1-ലാണെങ്കിൽ Day 2-ൽ നമ്മളൊരു ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളായിരിക്കും. അത് കൂടുതലായിട്ടും നമ്മുടെ എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ലൈവായിട്ട് പറയും. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യനുകളിൽ നിന്ന് നിങ്ങളങ്ങ് എല്ലാം കണ്ടന്റ് കംപ്ലീറ്റ് പഠിക്കുക എന്നുള്ളതല്ല. പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഓരോ ടോപ്പിക്കിലും ക്വസ്റ്റ്യനുകൾ വരാവുന്ന രീതികൾ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിലായിരിക്കണം പഠിക്കണം, അങ്ങനെയുള്ള ഒരു PSC ഓറിയന്റഡ് ആയിട്ട് നമ്മളൊരു MCQ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കാൻ ആൻസർ ചെയ്യുക മാത്രമല്ല, അവിടെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അല്ലേ.
ഓപ്ഷൻസുകളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ എങ്ങനെ വേണം MCQ സെഷൻസ് വർക്കൗട്ട് ചെയ്യാൻ എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഡേ 2-ലെ MCQ ഡിസ്കഷൻ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഫ്രീ വർക്ക്ഷോപ്പ് 2-ഡേ വർക്ക്ഷോപ്പാണ് നമ്മൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഗൈഡൻസ് തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും കൃത്യമായി അറ്റൻഡ് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന റിസോഴ്സുകൾ എപ്പോഴും മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവരെല്ലാം തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.